മലപ്പുറം സ്വദേശിയായ സലീമിന്റെ കട്ട ഫ്രണ്ട് ഇപ്പോൾ ഒരു കൊക്കാണ്. അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക്കിലെ അധ്യാപകനായ സലീമിന്റെ വീട്ടിലെ അംഗമായി മാറിയ കൊക്കിന്റെ വിശേഷങ്ങൾ അറിയാം. കൊണ്ടാണ് തന്നോട് അടുപ്പം കൂടിയതെന്ന് സലീം പറയുന്നു. ഭക്ഷണം കൊടുത്തപ്പോൾ അതിനൊരു സ്നേഹം, പിന്നെ അത് ഇതിന് ഈ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ കണ്ടില്ല, 2 കുളങ്ങൾ കണ്ടില്ല, മീൻ കുളമുണ്ട്, ഒരു ആമ്പൽക്കുളമുണ്ട്. അതിൽ പകൽ സമയത്തൊക്കെ അത് ഇറങ്ങി കുളിക്കുന്നത് കാണാം. കാക്ക കുളിക്കുന്നത് പോലെ കൊക്ക് കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കുറച്ച് സമയത്ത് അവസാന സമയത്താണ് അത് കണ്ടത്. അപ്പോൾ കാക്ക കുളിക്കുന്ന പോലെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ചിറകൊക്കെ അടിച്ച് കുളിക്കുന്നത് നമ്മൾ കണ്ടു. ചെറുമീനുകളാണ് കൊക്കിന് സലീം ഭക്ഷണമായി നൽകി വരുന്നത്. കൂടെ വിശാലമായി കുളിക്കാൻ സലീമിന്റെ വീട്ടിൽ 2 കുളങ്ങളുമുണ്ട്. സൗഹൃദം കൂടിയതിനു ശേഷം 2 തവണ ആള് മുങ്ങിയെങ്കിലും വീണ്ടും സലീമിന്റെ വീട്ടിലെത്തി. വൈകിട്ട് 6 മണിക്ക് വീട് വിട്ടു പോയാൽ പിന്നെ രാവിലെ 7 മണിക്ക് തിരിച്ചെത്തും. ഇതാണ് പതിവ് രീതി. ചില സമയത്ത് 2 തവണയായിട്ട് 2 ദിവസം വരാതിരുന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വരാതിരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഇനി വരലുണ്ടാവില്ല, കൊക്കിൻ്റെ കൂട്ടത്തിലേക്ക് പോയിട്ടുണ്ടാവും, ഇനി വരലുണ്ടാവില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ 2 ദിവസം കഴിഞ്ഞ് രാവിലെ കൃത്യസമയത്ത് ഒരു 7-7:30 മണിയാകുമ്പോൾ അത് വന്നു. ഇപ്പം അങ്ങനെ പോക്കും വരവുണ്ട്, കൂട്ടിലടച്ചിടുന്നില്ല. പകൽ സമയത്ത് ഞങ്ങൾ അവധി ദിവസങ്ങളാണ്, ഇന്ന് ശനി ഞായറൊക്കെ കുട്ടികളും ഞാനും ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ പകൽ സമയത്തും ഇവിടെ ഉണ്ടാവും. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സ്നേഹവും കരുതലും നിറഞ്ഞൊരിടം, അതാണ് കൊക്കിന് സലീമിന്റെ വീട്. ഈ അപൂർവ സൗഹൃദം നാട്ടുകാർക്കും കൗതുക കാഴ്ചയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.